സെൻറ്റ് ബർഗ്മാൻസ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഈ വർഷം നടന്ന ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒന്ന് എനിക്ക് പ്രത്യേകം പറയേണ്ടതുണ്ട്. ഒന്ന്, സെയിൻറ്റ് ബർഗ്മാൻസിൻ്റെ തിരുശേഷിപ്പ് അങ്ങ് ഇറ്റലിയിൽ നിന്നും ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ കോളേജ് ചാപ്പലിൽ സ്ഥാപിച്ചു എന്നുള്ളത് ഈ വർഷത്തെ ശതാബ്ദി വർഷത്തെ ഏറ്റവും മഹത്തായ കാര്യങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ സെൻറ്റ് ബർഗ്മാൻസിൻ്റെ തിരുശേഷിപ്പ് നിലകൊള്ളുന്ന ഈ ഒരു കലാലയത്തിലായിരുന്നുകൊണ്ട് ഈ കലാലയത്തിൻ്റെ അധിപൻ എന്ന നിലയിൽ ഇപ്പോൾ എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്നത് കാലത്തിനൊപ്പം അപ്ഡേഷൻ നടത്തുന്ന മഹത്തായ ഈ കലാലയം സിലബസിൻ്റെ നിരന്തരമായ നവീകരണത്തിലൂടെ നിരന്തരം നടത്തപ്പെടുന്ന പുതിയ ആഡ് ഓൺ പ്രോഗ്രാമുകളിലൂടെ തൊഴിലധിഷ്ഠിതമായ കോഴ്സുകളുടെ സാന്നിധ്യത്തിലൂടെ അതുപോലെ തന്നെ നൽകപ്പെടുന്ന മികച്ച സംവിധാനത്തിൻ്റെ മികവിലൂടെ എല്ലാം ഏറ്റവും മികച്ച അപ്ഡേഷൻ നൽകിക്കൊണ്ടാണ് മുൻപോട്ട് നീങ്ങുന്നത്. അങ്ങനെ ഒരു കലാലയം കാലത്തെ അതിജീവിച്ച് നിൽക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കാൻ അഭിമാനത്തോടെ എത്തുന്നതും ആ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകുവാൻ ദൈവാനുഗ്രഹത്താൽ ഞങ്ങൾക്കെല്ലാവർക്കും സാധിക്കുന്നതും. ചുറ്റുപാടും പച്ചപ്പ് നിറഞ്ഞ വളരെ മനോഹരമായ ഒരു ക്യാമ്പസാണിത്. ഇതിൻ്റെ വ്യാപ്തി നോക്കുകയാണെങ്കിൽ ഒരു 18 ഏക്കറോളം വിസ്തൃതിയേ ഉള്ളൂ. പക്ഷേ SB എന്ന 2 അക്ഷരം അന്തർദേശീയ തലത്തിൽ വളരെ വിപുലമായ തോതിൽ ഒരുപാട് ആൾക്കാരുടെ നെഞ്ചിൽ രേഖപ്പെടുത്തപ്പെട്ട 2 അക്ഷരങ്ങളാണ്. ഈ വർഷം ചങ്ങനാശ്ശേരി SB കോളേജ് ശതാബ്ദി ആചരിച്ചു കഴിഞ്ഞു. 1922 ജൂൺ 19 ഇതിൻ്റെ തുടക്കം. മധ്യ തിരുവിതാംകൂറിലെ ഏറെ പ്രശസ്തമായ ഈ ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രത്തിൻ്റെ ആവിർഭാവത്തിന് പിന്നിൽ ദീർഘമായൊരു ചരിത്രമുണ്ട്. അത് സമൂഹത്തോടും സഭയോടുമൊക്കെ ഗാഢമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചരിത്രം. സാധാരണ നിങ്ങൾക്കറിയാം, ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായാലും മറ്റ് വിദ്യാകേന്ദ്രങ്ങളായാലും അതൊക്കെ പലപ്പോഴും ആരംഭമിടുന്നത് ആശയതലത്തിൽ മാനേജ്മെൻറ്റിൻ്റെ മനസ്സിലായിരിക്കും. അവർ ഒത്തുകൂടി ഒരു പദ്ധതിയൊക്കെ തയ്യാറാക്കി ഇന്ന സ്ഥലത്തൊരു സ്ഥാപനം പണിയാം. അങ്ങനെയാണ് സാധാരണ ഒരു വിദ്യാഭ്യാസ കേന്ദ്രത്തിൻ്റെ തുടക്കം. പക്ഷേ SB കോളേജിനെ സംബന്ധിച്ചിടത്തോളം നേർവിപരീത ദിശയിലാണ് ഇതിൻ്റെ തുടക്കം കിടക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, സഭയുടെ ചരിത്രത്തോട് കുറേയേറെ ബന്ധം പുലർത്തുന്നതാണ് SBയുടെ ആരംഭമെന്ന്. ഇവിടെ പാശ്ചാത്യ കൊളോണിയൽ ശക്തികൾ അധികാരമുറപ്പിക്കുന്ന കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും മറ്റ് കോളനി ദേശങ്ങളിലൊക്കെ അവർ ചെയ്തതുപോലെ ഇവിടെയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചാരത്തിലാക്കി. തൊഴിലിനും മറ്റ് കാര്യങ്ങൾക്കുമൊക്കെ ഇംഗ്ലീഷ് ഒരു പ്രധാനപ്പെട്ട ഘടകമായി തീർന്ന ഒരു കാലഘട്ടത്തിൽ ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ പ്രൊട്ടസ്റ്റൻ്റ് മിഷണറിമാർ ഇവിടെ കോളേജുകളും സ്കൂളുകളുമൊക്കെ സ്ഥാപിച്ചു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അവരുടെ ശ്രമഫലമായിട്ട് വളരെ വിപുലമായ തോതിൽ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ 1-ാം നൂറ്റാണ്ട് മുതൽ പാരമ്പര്യം അവകാശപ്പെടുന്ന ഇവിടുത്തെ പ്രബല സമൂഹമായ സുറിയാനി കത്തോലിക്കർക്ക് ഇങ്ങനെയുള്ള ഉന്നത വിദ്യാകേന്ദ്രങ്ങളൊന്നും വന്നില്ല. അവരുടെ ഭരണസാരഥ്യം കൈയാളിയിരുന്ന വിദേശ പുരോഹിതന്മാർ, മെത്രാന്മാരുൾപ്പെടെ അവരിങ്ങനെയുള്ള കാര്യത്തിൽ അത്ര താല്പര്യമായിരുന്നില്ല. ഏതായാലും ഇവിടുത്തെ സുറിയാനി കത്തോലിക്കരുടെ നിരന്തരമായ ആവശ്യത്തെ പരിഗണിച്ച് റോമിൽ നിന്ന് ഇവിടുത്തെ സുറിയാനി കത്തോലിക്കർക്ക് വേണ്ടി 2 വികാരിയാത്തുകൾ സ്ഥാപിക്കുന്നുണ്ട്. ഒന്ന് കോട്ടയവും ഒന്ന് തൃശ്ശൂരും. ഈ 2 വികാരിയാത്തുകൾ
ക്രമേണ വളർന്ന് വലുതായതാണ് ഇന്നത്തെ സീറോ മലബാർ സഭ എന്ന് പറയുന്നത്. കോട്ടയത്തെ വികാരിയാത്തിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടത് ഫ്രഞ്ചുകാരനായ ചാൾസ് ലെവിഞ്ച് മെത്രാനാണ്. അദ്ദേഹം കേരളത്തിലെത്തിയപ്പോൾ മാന്നാനത്ത് വളരെ വിപുലമായ തോതിലൊരു സ്വീകരണം നൽകുകയുണ്ടായി. കുറേ അധികം വൈദികരും ഏതാണ്ട് 1,00,000 വിശ്വാസികളും ആ ഒരു സ്വീകരണത്തിൽ പങ്കെടുത്തെന്നാണ് ചരിത്രം പറയുന്നത്. ആ ഒരു യോഗത്തിൽ ഇവിടുത്തെ സുറിയാനി കത്തോലിക്കർ 2 ആവശ്യങ്ങൾ ഇദ്ദേഹത്തിന് മുമ്പിൽ വെച്ചു. ആദ്യത്തേത് ഇതായിരുന്നു: പുരാതനമായ ഈ സുറിയാനി കത്തോലിക്കരുടെ ആചാരങ്ങളും പാരമ്പര്യങ്ങളും ആരാധനാ രീതികളും വേണ്ട പോലെ ഇപ്പോൾ സംരക്ഷിക്കപ്പെടുന്നില്ല. ഒരു പരിധിയോളം അതിൻ്റെ തേജസ്സൊക്കെ നഷ്ടപ്പെട്ട് മങ്ങിയിട്ടുണ്ട്. അത് വീണ്ടെടുക്കപ്പെടണം. രണ്ടാമതായിട്ട് അവർ വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് അവരുടെ മക്കൾക്ക് പഠിക്കാൻ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും വേണം. ഈ 2 ആവശ്യങ്ങൾ ചാൾസ് ലെവിഞ്ചിൻ്റെ മുൻപിൽ വെച്ചപ്പോൾ അതിനോട് വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. ആ ഒരു മറുപടി പ്രസംഗത്തിൽ തന്നെ ചാൾസ് ലെവിഞ്ച് മെത്രാൻ പറയുന്നുണ്ട്, ഇപ്പോൾ തന്നെ നിലവിലുള്ള സ്കൂളുകളോട് ചേർന്ന് ഇന്നത്തെ കാലഘട്ടത്തിനനുസൃതമായി വിദ്യാഭ്യാസം നൽകാനുള്ള നടപടികൾ സ്വീകരിക്കും. രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, 13ാം ലയോ മാർപ്പാപ്പ ഒരു ദേശീയ കോളേജ് ഇവിടെ സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു നിയോഗം അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ദേശീയ കോളേജിൻ്റെ തുടക്കത്തിനുള്ള നടപടികളും അധികം വൈകാതെ തുടങ്ങും. ഈ 2 ആവശ്യങ്ങളോടും വളരെ അനുകൂലമായിട്ട് പ്രതികരിച്ച അന്നത്തെ കോട്ടയം വികാരിയാത്തിൻ്റെ മെത്രാൻ ചാൾസ് ലെവിഞ്ച് മെത്രാൻ, അദ്ദേഹം ഈ 2 വാഗ്ദാനങ്ങളും നിറവേറ്റാനുള്ള ശ്രമം തുടങ്ങുന്നുണ്ട്. ചങ്ങനാശ്ശേരി സുറിയാനി കത്തോലിക്കരുടെ ഒരു പ്രബല കേന്ദ്രമാണെന്ന തിരിച്ചറിവിലാണ് തൻ്റെ ആസ്ഥാനം ലെവിഞ്ച് മെത്രാൻ കോട്ടയത്ത് നിന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് മാറ്റുന്നത്. ഇവിടെ എത്തി സ്ഥലം കണ്ടു കഴിയുമ്പോൾ അദ്ദേഹം ചങ്ങനാശ്ശേരിയിൽ തന്നെ ഉയർന്നു നിൽക്കുന്ന 3 സ്ഥലങ്ങൾ വാങ്ങി. അതിൽ ഒരിടത്താണ് SP കോളേജിൻ്റെ പൂർവ്വരൂപമെന്ന് വിശേഷിപ്പിക്കാവുന്ന ചങ്ങനാശ്ശേരി SP കോളേജ് ഹൈസ്കൂൾ ഇന്ന് നിലനിൽക്കുന്നത്. രണ്ടാമത്തത് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്സ് ഹൗസ് ഇരിക്കുന്ന ഇരുമ്പനത്ത് കുന്നാണ്. മൂന്നാമത്തേത് വെടിക്കുന്നെന്നറിയപ്പെടുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന SP കോളേജ് അതിൻ്റെ മീതെയാണ് പടുത്തുയർത്തിയിരിക്കുന്നത്. നായാട്ടുകാരിവിടെ സ്ഥിരം വരുമായിരുന്നു, നായാടുമായിരുന്നുവെന്നും അതുപോലെ ഈ കാട്ടുപൊന്തകളൊക്കെ തിങ്ങി നിറഞ്ഞ സ്ഥലമായിരുന്നെന്നൊക്കെയാണ് ചരിത്രം പറയുന്നത്. ഏതായാലും ഈ ഒരു കുന്ന് അറിവിൻ്റെ അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ വിനിമയത്തിനുള്ളൊരു കുന്നായിട്ട് രൂപാന്തരപ്പെടുത്താൻ അദ്ദേഹത്തിലെ ക്രാന്തദർശിക്ക് കഴിഞ്ഞു. അതിനുള്ള മുന്നൊരുക്കമായിട്ട് 1891 ഫെബ്രുവരി 19 ചാൾസ് ലെവിഞ്ച് മെത്രാൻ ചങ്ങനാശ്ശേരി SP കോളേജിന് തുടക്കമിട്ടു. അതിൻ്റെ പേര് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. ചങ്ങനാശ്ശേരി SP കോളേജ് ഹൈസ്കൂൾ എന്നാണ് പേരിട്ടത്. അപ്പോൾ ഹൈസ്കൂള് പിന്നീട് ഒരു കോളേജായിട്ട് രൂപാന്തരപ്പെടുമെന്നുള്ള മുൻവിചാരത്തോടു കൂടി വളരെ ആലോചിച്ചുറപ്പിച്ച് കൊടുത്തൊരു പേരാണത്, സെൻറ്റ് ബെർക്കുമാൻസ് കോളേജ് ഹൈസ്കൂൾ. അപ്പോൾ 1891 ഫെബ്രുവരി 19 അതിന് തുടക്കം. ഈ ബെർക്കുമാൻസ് പുണ്യവാളിൻ്റെ പേരിടാൻ കാരണം എന്താ? 1888 അദ്ദേഹം വികാരിയാത്തിൻ്റെ സാരഥ്യം ഏറ്റെടുക്കുന്നത്. പിറ്റേ വർഷമാണ് ജോൺ ബെർക്കുമാൻസ് വിശുദ്ധൻ്റെ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. ഒരു സെമിനാരിക്കാരനായിരുന്നു. വളരെ പഠനത്തിൽ തീക്ഷ്ണത പുലർത്തിയ മാലാഖ എന്നുള്ള ഒരു അപരാഭിധാനം ഉണ്ടായിരുന്ന വിശുദ്ധനായിരുന്നു. സഹപാഠികൾക്കിടയിൽ സുഹൃതത്തിലും പഠനത്തിലും മൂല്യങ്ങളുടെ സംരക്ഷണത്തിലും ഏറെ ശ്രദ്ധ പുലർത്തിയ ഒരു വിശുദ്ധൻ. അതുകൊണ്ട് നമ്മുടെ ഈ നാട്ടിലെ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ളൊരു മാതൃക പോലെ അദ്ദേഹം ഈ ജോൺ ബെർക്കുമാൻസിൻ്റെ പേര് ഈ സ്ഥാപനത്തിൽ കൊടുക്കുകയായിരുന്നു. അങ്ങനെ ജോൺ ബെർക്കുമാൻസിൻ്റെ പേരിൽ കോളേജ് ഹൈസ്കൂൾ ആരംഭിച്ചു. അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു വികാസമാണ്, പരിണാമമാണ് ചങ്ങനാശ്ശേരി SP കോളേജ്.